ലണ്ടനിലെ ഒരു ലക്ഷറി അപ്പാർട്ട്മെന്റിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ 52-കാരിയായിട്ടുള്ള ബാർബറ ബെയ്ക്ക്ലൻഡിന്റെ ന്യൂസ് ആയിരുന്നു അന്നത്തെ എല്ലാ ന്യൂസ് പേപ്പറിന്റെയും ഹെഡ്ലൈൻ. ജസ്റ്റ് ആ ഒരു മേർഡർ അത്രയും ബ്രൂട്ടലായതുകൊണ്ട് മാത്രമല്ല അത് അത്രത്തോളം ന്യൂസ് വാല്യൂ ഉണ്ടായിരുന്നത്. അവരൊരു മൾട്ടി മില്യണയർ ഫാമിലിയിലത്തെ മെമ്പർ ആയിരുന്നു, അതുപോലെ തന്നെ അവരൊരു സെലിബ്രിറ്റി കൂടെ ആയിരുന്നു. പിന്നെ പോരാത്തതിന് ഈ ഒരു കൊലപാതകം നടത്തിയ ആളും അതേ ഫാമിലിയിൽ നിന്നുള്ള ആൾ തന്നെയായിരുന്നു. ഈ ഒരു കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്വന്തം മകനായിരുന്നു അവരെ ഇത്ര ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബാർബറയുടെയും അതുപോലെ തന്നെ അവരുടെ മകനായിട്ടുള്ള ടോണി ബെയ്ക്ക്ലൻഡിന്റെയും കഥയാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. 1922 US-ലെ ബോസ്റ്റണിലായിരുന്നു ബാർബറ ദാലി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി ജനിച്ചത്. അവർക്ക് ഒരു ബ്രദർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഫ്രാൻസിസ് എന്നായിരുന്നു ആളുടെ പേര്. അപ്പോൾ ഈ ബാർബറക്ക് 11 വയസ്സുള്ള ടൈമിൽ അവരുടെ ഫാമിലിയിൽ ഒരു അത്യാഹിതം സംഭവിക്കുകയായിരുന്നു. ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ വർക്ക് ചെയ്തിരുന്ന അവരുടെ അച്ഛനെ കാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇൻവെസ്റ്റിഗേറ്റേഴ്സ് പരിശോധിച്ചപ്പോൾ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാറിന്റെ എക്സോസ്റ്റിൽ നിന്ന് വരുന്ന ടോക്സിക് ഗ്യാസ് ശ്വസിച്ചിട്ടാണ് ഇയാൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു മരണത്തിന്റെ പേരിൽ 2 അഭിപ്രായം വരികയാണ്. ഒന്നാമത്തെ ഒരു അഭിപ്രായം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ടെക്നിക്കൽ എറേഴ്സിന്റെയും ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ള ഫ്യൂംസും കാര്യങ്ങളും കാറിൻ്റെ അകത്തോട്ട് കയറിയതെന്നും അയാൾ മരിച്ചതെന്നുമായിരുന്നു ഒരു വാദം. എന്നാൽ രണ്ടാമത്തെ ഒരു വാദം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ ആത്മഹത്യ ചെയ്തതായിരുന്നെന്നായിരുന്നു. അതായത് ആൾക്ക് ആളുടെ ഫാമിലിയെയും മറ്റും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ആൾ ആ ഒരു വഴി ചൂസ് ചെയ്തു എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ആളുകളുടെ ഒപ്പീനിയൻ. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഇൻഷുറൻസ് എമൗണ്ട് അവരുടെ അമ്മയായിട്ടുള്ള നീനിക്ക് ലഭിക്കുകയുണ്ടായി. അതിനുശേഷം ഇവർ 2 മക്കളെയും കൊണ്ട് നേരെ ന്യൂയോർക്കിലോട്ട് താമസം മാറുകയായിരുന്നു. അവിടെ എത്തി റിച്ച് ആയിട്ടുള്ള ആരെങ്കിലും വിവാഹം കഴിച്ച് തൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കണമെന്നുള്ളതായിരുന്നു അവരുടെ ആഗ്രഹം. അപ്പോൾ ഈ ഒരു അംബീഷനും കാര്യങ്ങളും അവർ തൻ്റെ മകളുടെ അടുത്തുകൂടെ പകർന്നു കൊടുക്കുകയായിരുന്നു. അതായത് വലുതാകുമ്പോൾ റിച്ച് ആയിട്ടുള്ള ഒരാളെ മാരി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാതെ ലൈഫ് സ്മൂത്തായിട്ട് പോകുമെന്നുള്ള ഒരു ഐഡിയോളജി ഇവരുടെ മകൾക്ക് പകർന്നു കൊടുക്കുകയായിരുന്നു. അങ്ങനെ ന്യൂയോർക്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെയായിരുന്നു ബാർബറയും ജീവിച്ചു വന്നിരുന്നത്. അവരുടെ ലേറ്റ് ടീൻസിൽ ന്യൂയോർക്കിലെ 10 മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗേൾസിൻ്റെ ആ ഒരു ഇടയിൽ ഇവരുടെ പേരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാടധികം മോഡലിംഗ് ഓപ്പർച്യൂണിറ്റീസും അതേപോലെ പല ഓപ്പർച്യൂണിറ്റീസ് വരികയാണ്. ആ ഒരു ടൈമിൽ വോഗ് പോലുള്ള മാഗസിൻസിൽ വരെ ഇവരെ ഫീച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് ബാർബറയുടെ ലൈഫ് പുറമേ നോക്കുമ്പോൾ എല്ലാം അടിപൊളിയായിരുന്നു. എന്നാൽ അവർക്ക് മാനസികമായിട്ട് ഒരുപാടധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു തെറാപ്പിസ്റ്റിനെ ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നു, സൈക്കാട്രിസ്റ്റിനെ കാണുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതൊക്കെ വളരെ സീക്രട്ട് ആയിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള ഡോക്ടേഴ്സിനെയും അതേപോലെ തന്നെ തെറാപ്പിസ്റ്റിനെയും ഒക്കെ കാണുന്നത് ഇത്തിരി മെയിനായിട്ട് സെലിബ്രിറ്റിയും കൂടെ ആകുമ്പോൾ ഇത്തിരി ഇഷ്യൂ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പബ്ലിക്കിൽ അവരുടെ ഇമേജ് ഇല്ലാതാവാനായിട്ട് അത് മാത്രം മതിയായിരുന്നു. അത് ആ ഒരു കാലഘട്ടത്തിലായിരുന്നല്ലോ. അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഫിലിമിൽ ട്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ കാലിഫോർണിയയിലോട്ട് പോവുകയായിരുന്നു. എന്നാൽ ഹോളിവുഡിൽ അവർ അധികകാലം നിന്നില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും അവരുടെ ആ ഒരു രീതികളും മറ്റൊന്നും ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അവർ തിരിച്ച് ന്യൂയോർക്കിലോട്ട് വരികയായിരുന്നു. എന്നാൽ അതിനിടയിൽ കൊണീലിയ എന്ന് പറയുന്ന വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലിയിലത്തെ ഒരു മെമ്പറുമായിട്ട് ഇവർ അടുത്തൊരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കുകയുണ്ടായി. അപ്പോൾ ബെയ്ക്ക്ലൻഡ് ഫാമിലിയിൽ നിന്നായിരുന്നു ഈ ഒരു കൊണീലിയ വന്നിട്ടുണ്ടായിരുന്നത്. ബെയ്ക്ക്ലൻഡ് പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പേറ്റൻറ്റ് ആ ഒരു ഫാമിലിയുടെ അണ്ടറിലായിരുന്നു. അതുപോലെ തന്നെ വേറെയും ഒരുപാടധികം ബിസിനസ് ഉണ്ടായിരുന്നു. അതായത് US-ലെ തന്നെ വൺ ഓഫ് ദ ഫേമസ് ബിസിനസ് ഫാമിലി ആയിരുന്നു അവരുടേത് ആ ഒരു ടൈമിൽ. ആ ഒരു സമയത്താണ് അവരുടെ ബ്രദറായിട്ടുള്ള ബ്രൂക്സ് ബെയ്ക്ക്ലൻഡിനെ അവർ പരിചയപ്പെടുന്നത്. ആള് റോയൽ കനേഡിയൻ എയർഫോഴ്സിലത്തെ ഒരു പൈലറ്റായിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അങ്ങനെ ബാർബറയും ബ്രൂക്സും പ്രണയത്തിലാവുകയായിരുന്നു. പുറമേ നോക്കുമ്പോൾ ഇവരുടെ റിലേഷൻഷിപ്പ് നല്ല സ്മൂത്ത് ആയിട്ടും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുമായിരുന്നു പോകുന്നുണ്ടായിരുന്നത്. എന്നാൽ അവർക്കിടയിൽ സ്ഥിരമായിട്ട് അടി ഉണ്ടാവാറുണ്ടായിരുന്നു. ഈ ഒരു ബാർബറയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെൻ്റലി കുറേ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ അവർ തീരെ സ്റ്റേബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു മാരേജിലോട്ടൊക്കെ പ്രൊസീഡ് ചെയ്യാനായിട്ട് ബ്രൂക്സിന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആൾ ബ്രേക്കപ്പ് ചെയ്യാന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് എത്തുകയായിരുന്നു. എന്നാൽ ഈ ഒരു ബ്രേക്കപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ ബാർബറ ആളുടെ അടുത്ത് ഞെട്ടിക്കുന്ന വേറൊരു കാര്യമായിരുന്നു പറഞ്ഞത്. താൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള ഒരു വാർത്തയായിരുന്നു അത് ആ ഒരു സമയത്താണ്. അതുപോലെ തന്നെ ഇവരുടെ ഫാമിലി അത്യാവശ്യം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. അപ്പോൾ കല്യാണത്തിൻ്റെ പുറത്തുള്ളൊരു കുട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലിയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ വയറും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നതിന് മുൻപ് തന്നെ വിവാഹം നടത്താനായിട്ട് അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവരുടെ വിവാഹം നടക്കുകയും ചെയ്തു. എന്നാൽ വിവാഹത്തിന് ശേഷം മാത്രമാണ് ബ്രൂക്സ് ഈ ഒരു ബാർബറ പ്രഗ്നൻ്റ് അല്ലായിരുന്നു എന്നുള്ളൊരു കാര്യം തിരിച്ചറിയുന്നത്. അതിനുശേഷം അവരുടെ റിലേഷൻഷിപ്പ് ഒരിക്കലും പിന്നെ ഒരു പഴയ പോലെ ആയിട്ടുണ്ടായിരുന്നേ ഇല്ല. എന്നാലും ഡിവോഴ്സ് ഒന്നും ചെയ്യാതെ ആ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് പോവുകയായിരുന്നു. അങ്ങനെ 1945 ലാസ്റ്റ് ആയപ്പോഴത്തേനും ബാർബറ ശരിക്കും പ്രഗ്നൻ്റ് ആവുകയായിരുന്നു.
അങ്ങനെ 1946 ഓഗസ്റ്റ് 28 ആന്റണി ബെയ്ക്ക്ലൻഡ് ജനിക്കുകയുണ്ടായി. ആ ഒരു പയ്യനെയാണ് പിന്നീട് ടോണി എന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവരുടെ ഫാമിലി യൂറോപ്പിലോട്ട് താമസം മാറാനായിട്ട് തീരുമാനിക്കുകയാണ്. അതായത് ബാർബറയുടെ അവിടെയുള്ള ഇമേജ് അത്രത്തോളം മോശമായി കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് പബ്ലിക്കിൽ ഒരുപാടധികം ഇഷ്യൂസ് ഇവരുണ്ടാക്കി കൊണ്ടുവരികയാണ്. അതായത് വെറുതെ ആളുകളുടെ അടുത്ത് ചൂടാവുക, അതേപോലെ തന്നെ എന്താ പറയുക, പബ്ലിക് പ്ലേസസിൽ വെച്ച് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുക, അടി ഉണ്ടാക്കുക, ബഹളം ഉണ്ടാക്കുക, അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ആ ഒരു ഫാമിലി അവിടെ നിന്ന് റീലൊക്കേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുക 1956 ഈ ടോണിക്ക് ഏകദേശം 10 വയസ്സുള്ള ടൈമിൽ അവർ പാരീസിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ആ ടൈമിൽ ബ്രൂക്സിന് അവിടെയുള്ള ഒരു ഡിപ്ലോമാറ്റിൻ്റെ മകളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇയാൾ തൻ്റെ വൈഫിനെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. എന്നാൽ ഈ ഒരു വിവരം വൈഫിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ വയലൻ്റ് ആവുകയാണ്. അതുപോലെ തന്നെ താൻ ആത്മഹത്യ ചെയ്യുമെന്നുള്ളൊരു ഭീഷണി മുഴക്കുകയും ചെയ്തു. ആ ഒരു ഭീഷണിയുടെ മുന്നിൽ ബ്രൂക്സ് മുട്ടുമടക്കുകയായിരുന്നു. എന്നാൽ അവരുടെ ഫാമിലി ലൈഫ് അത്രത്തോളം ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നിറഞ്ഞതുകൊണ്ട് തന്നെ ഈ ടോണിക്ക് ഈ പാരൻസിൻ്റെ കൂടെ നിൽക്കാനായിട്ട് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആളുടെ 18 വയസ്സായപ്പോൾ വീട് വിട്ടിറങ്ങി സുഹൃത്തുക്കളോടൊപ്പം താമസിക്കാനായിട്ട് തുടങ്ങി. അപ്പോഴായിരുന്നു ജീവിതത്തിലെ കുറച്ച് ഫ്രീഡവും കാര്യങ്ങളൊക്കെ ആൾ അനുഭവിച്ചത്. ആ ഒരു കറങ്ങി നടക്കുന്നതിൻ്റെ ഇടയിലാണ് ആളൊരു ഗേ ആണെന്നുള്ള കാര്യവും അയാൾ തിരിച്ചറിയുന്നത്. അതിനുശേഷം ആളൊരു പയ്യനെ മീറ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെ അവർ ഒരുമിച്ച് താമസിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ ഇവിടെ താമസിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പാരൻസ് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഇഷ്യൂ ആവും. അതുകൊണ്ട് അവിടെ നിന്ന് നാട് വിട്ടു പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് അവർ രണ്ടുപേരും ഇറ്റലിയിൽ പോയി കഴിഞ്ഞിട്ട് അവരുടെ ആ ഒരു ജീവിതം മുന്നോട്ട് നയിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ 1965 ബ്രൂക്സും ബാർബറയും സ്വിറ്റ്സർലൻഡിലോട്ട് റീലൊക്കേറ്റ് ചെയ്യുകയായിരുന്നു. ആ ഒരു ടൈമിൽ മകൻ ഇറ്റലിയിലായിരുന്നെന്നുണ്ടെങ്കിലും മകൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ബാർബറ അറിയുകയാണ്. അപ്പോൾ തൻ്റെ മകൻ ഗേ ആണ്, മകന് ഗേ എന്നുള്ള രീതിയിലുള്ള ഒരു അസുഖം ഉണ്ടെന്നുള്ള തരത്തിലായിരുന്നു ബാർബറ ചിന്തിച്ചിരുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും മകനെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഫോഴ്സ്ഫുള്ളി മകനെ തിരിച്ചു കൊണ്ടുവരികയായിരുന്നു. ചില റിപ്പോർട്ട്സിൽ പറയുന്നത് അതിനുശേഷം ഇവർ എന്താ പറയുക, സെക്സ് വർക്കേഴ്സിനൊക്കെ ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നു മകൻ്റെ ഈ ഒരു സെക്ഷൽ ഓറിയൻറ്റേഷൻ മാറ്റുന്നതിന് വേണ്ടിയിട്ട്. നല്ലൊരു സ്ത്രീയുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ത്രീകളോടായി ഈ മകൻ്റെ താല്പര്യം മാറുമെന്നുള്ളതായിരുന്നു അവരുടെ ഒരു കോൺസെപ്റ്റ്. എന്നാൽ അത് നടന്നില്ല. അപ്പോൾ ഫാമിലിയുടെ ഒരു സോഷ്യൽ റെപ്യൂട്ടേഷൻ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തിരി പാവപ്പെട്ട അവരുടെ ഒരു സ്പാനിഷ് ഫ്രണ്ടിൻ്റെ മകളായിട്ടുള്ള സിൽവിയുടെ അടുത്ത് വീട്ടിൽ വന്ന് നിൽക്കാനായിട്ട് അവർ കൺവിൻസ് ചെയ്യുകയാണ്. അപ്പോൾ അവരുടെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പയ്യൻ്റെ ഗേൾ ഫ്രണ്ടായിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. എന്നാൽ സിൽവി വീട്ടിൽ വന്നിട്ട് ഈ ഒരു പ്ലാൻ കറക്റ്റ് ബാക്ക് ഫയർ ചെയ്യുന്നൊരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിൽവി നേരെ ഈ ഒരു ബ്രൂക്സുമായിട്ടുള്ള ഒരു എന്താ പറയുക അഫെയർ സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും പ്രണയത്തിലാവുകയും ചെയ്തു. ആ ഒരു ടൈമിൽ ബാർബറ ഇതറിയുകയാണ്. വീട്ടിൽ ഒരുപാടധികം ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. എന്നാൽ ആ ടൈമിൽ ബ്രൂക്സ് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയായിരുന്നു. നാടകങ്ങളൊന്നും തന്നെ ഏറ്റില്ല. അവസാനം അവർ രണ്ടുപേരും ഡിവോഴ്സ് ചെയ്യുകയും ചെയ്തു. ബ്രൂക്സ് പിന്നീട് സിൽവിയെ കല്യാണം കഴിക്കുകയും പിന്നീട് അവർക്ക് കുട്ടികൾ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടും ഈ ഒരു ബ്രൂക്സ് തൻ്റെ മകനെയും അതുപോലെ തന്നെ തൻ്റെ എക്സ് വൈഫിനെയും ഫൈനാൻഷ്യലി ഒക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ അവരുടെ ബാക്കിയുള്ള യാതൊരു കാര്യത്തിലും ആൾ മൈൻഡ് പോലും ചെയ്യാറുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് ബാർബറയുടെ ഏക ഇഷ്യൂ ഈ ഒരു ഗേ ആയിട്ടുള്ള മകനായിരുന്നു. അതുപോലെ തന്നെ ആ പയ്യന് സ്കിറ്റ്സോഫ്രീനിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്നുകൊണ്ട് വയലൻ്റ് ആവാറുണ്ടായിരുന്നു. അങ്ങനെ അതായത് സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് വേണ്ടുന്ന ഒരു സിറ്റുവേഷനിലൂടെയായിരുന്നു ആ ഒരു പയ്യൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ അത്തരത്തിലുള്ളൊരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തൻ്റെ ഫാമിലിയുടെ റെപ്യൂട്ടേഷൻ തകരുമെന്ന് വിചാരിച്ചുകൊണ്ട് ആ ഒരു പയ്യൻ അത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും കൊടുക്കാനായിട്ട് ബാർബറ തയ്യാറായില്ല എന്നുള്ളതാണ്. ബാർബറ ടോണിയെ കൂടുതലായിട്ട് കൺട്രോൾ ചെയ്യും തോറും ടോണിയുടെ ഇഷ്യൂസ് കൂടി വരികയായിരുന്നു. അതായത് ബാർബറയുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ നോക്കുക, കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുക, വണ്ടിയുടെ മുന്നിലോട്ട് തള്ളിയിടുക, അങ്ങനെ പല കാര്യങ്ങൾ ഈ ഒരു പയ്യൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ മകൻ്റെ എന്താ പറയുക ഗേ ആയിട്ടുള്ള അസുഖത്തിൻ്റെ പേരിൽ വരുന്ന ആഫ്റ്റർ എഫക്ട്സും കാര്യങ്ങളൊക്കെ ആണെന്നുള്ളതായിരുന്നു ബാർബറ ചിന്തിച്ചുകൊണ്ടിരുന്നത്. നല്ലൊരു പെണ്ണ് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മകൻ്റെ എല്ലാ ഇഷ്യൂസും മാറുമെന്നായിരുന്നു ആ സമയത്തും അവർ വിശ്വസിക്കുന്നുണ്ടായിരുന്നത്. അപ്പോഴാണ് ഇവരുടെ ഈ ഒരു ചിന്തകളുടെ ഉള്ളിൽ നിന്നും ഒരു എന്താ പറയുക ഒരു വേറൊരു തരത്തിലുള്ളൊരു ചിന്ത വരുന്നത്. അതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ബ്രൂക്സുമായിട്ട് കല്യാണം കഴിച്ച് ജീവിച്ചിരുന്ന ആ ഒരു ടൈമിൽ ഇവർക്ക് വേറെ അഫെയർസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ കാമുകന്മാരെല്ലാവരും ഇവരുടെ ആ ഒരു സെക്ഷൽ പെർഫോമൻസിനെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൻ്റെ ഏറ്റവും നല്ല സെക്ഷൽ പെർഫോമൻസ് തൻ്റെ മകൻ്റെ അടുത്ത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തൻ്റെ മകൻ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരാളായി മാറുമെന്നുള്ളൊരു ചിന്ത ഇവരുടെ ഉള്ളിൽ വരികയാണ്.
അതിനുശേഷം ഫോഴ്സ്ഫുള്ളി ഇവർ എന്താ പറയുക തൻ്റെ സ്വന്തം മകനുമായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന ഒരു സിറ്റുവേഷനിലോട്ട് വരെ കാര്യങ്ങളെത്തി. അതൊരു തവണയൊന്നും ആയിരുന്നില്ല, പല തവണ അങ്ങനെ നടക്കുകയാണ്. ചില റിപ്പോർട്ട്സിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവരുടെ പാർട്ട്നേഴ്സിനൊക്കെ വിളിച്ചു വരുത്തിയിട്ട് എന്താ പറയുക 3 പേര് കൂടിയുള്ള അത്തരത്തിലുള്ള ആക്ടിവിറ്റീസിലും കാര്യങ്ങളൊക്കെ ഏർപ്പെട്ടിരുന്നു എന്നുള്ളൊരു തരത്തിലാണ്. അങ്ങനെ വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ളൊരു കൺക്ലൂഷനിലോട്ട് അവർ എത്തി. അതേപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ഇത്രയൊക്കെ ആയപ്പോൾ ടോണിയുടെ കൺട്രോൾ മുഴുവനായിട്ടും പോവുകയാണ്. അങ്ങനെ കൂടുതലായിട്ട് ടോണി അഗ്രസീവ് ആവാനായിട്ട് തുടങ്ങി. അന്ന് കൃത്യമായി പറഞ്ഞാൽ 1972 നവംബർ 17. ടോണിക്ക് ആ സമയത്ത് ഒരു 26 വയസ്സ് പ്രായം ഉണ്ടാവും. അപ്പോൾ അവരുടെ വീട്ടിലത്തെ എംപ്ലോയീസ് നോക്കുന്ന സമയത്ത് ബാർബറ വളരെ ക്രൂരമായിട്ട് കൊല്ലപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ അവർ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസുകാർ സ്ഥലത്തെത്തി. ആ സമയത്ത് ഈ ഒരു കത്തിയും പിടിച്ചിങ്ങേറ്റ് വളരെ കൂളായിട്ടായിരുന്നു ടോണി നിൽക്കുന്നുണ്ടായിരുന്നത്. ഫോണിൽ ചൈനീസ് ഫുഡ് ഓർഡർ ചെയ്യുകയായിരുന്നു. പോലീസ് അങ്ങനെ ടോണിയെ കസ്റ്റഡിയിലെടുത്തു. കാര്യങ്ങൾ ചോദിച്ചപ്പോൾ തൻ്റെ ഒരു ഫ്രണ്ടിനെ ഇതേപോലെ തന്നെ വീട്ടിലോട്ട് ഡിന്നറിന് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് അമ്മയുടെ അടുത്ത് സമ്മതം ചോദിച്ചെന്നും ആ ഒരു സമയത്ത് അമ്മ സമ്മതിച്ചില്ല എന്നും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് വാക്കുതർക്കങ്ങളുണ്ടായി. അമ്മയാൾ പിടിച്ച് തള്ളി. അപ്പോൾ അമ്മ നേരെ ഓടി അടുക്കളയിലോട്ട് പോവുകയായിരുന്നു. ആ ഒരു ടൈമിൽ ഒരു കിച്ചൺ നൈഫ് ഈ ഒരു പയ്യൻ കൈക്കലാക്കിയിട്ട് അമ്മയെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ തനിക്ക് മെൻ്റലി ഒരുപാടധികം ഇഷ്യൂസ് ഉണ്ടെന്നും അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും തന്നെ തന്നിട്ടില്ലായിരുന്നുവെന്നും പിന്നെ തൻ്റെ അമ്മ തന്നെ ഫിസിക്കലി ഇതേപോലൊക്കെ അബ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു പയ്യൻ പോലീസിൻ്റെ അടുത്ത് പറയുകയായിരുന്നു. അങ്ങനെ ഈ ഒരു കേസിൽ ഫർദർ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുകയാണ്. ഈ ഒരു പയ്യൻ മെൻ്റലി ഇല്ലാണെന്നുള്ളത് കോടതി തിരിച്ചറിയുകയാണ്. അങ്ങനെ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ ഈ ഒരു പയ്യനെ അടക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ബാബ്രയുടെ ബോഡി ക്രിമേറ്റ് ചെയ്തിട്ട് അവരുടെ ആഷസ് നേരെ അവരുടെ അമ്മയായിട്ടുള്ള നീനിക്ക് എന്താ പറയുക US അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നീനി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തൻ്റെ പേരക്കുട്ടിയുടെ ആ ഒരു അവസ്ഥ ആലോചിച്ച് ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ആ പയ്യന് കറക്റ്റായിട്ടുള്ള ഒരു ജീവിത രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ആ ഒരു പയ്യൻ അങ്ങനെ ആകില്ലായിരുന്നു എന്നുള്ളൊരു ചിന്തയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും മകനെ എന്താ പറയുക ഈ ഒരു UK നിന്ന് US കൊണ്ടുവരണമെന്നുള്ളൊരു ചിന്തയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരുപാടധികം ക്യാമ്പയിൻസും കാര്യങ്ങളും എല്ലാം തന്നെ ഇനി നടത്തുകയാണ്. എന്നാൽ ഈ ബ്രൂക്സ് എന്ന് പറയുന്ന ടോണിയുടെ അച്ഛൻ ഇതിനെല്ലാം എതിരായിരുന്നു. ആ ഒരു പയ്യനെ ഭ്രാന്താശുപത്രിയിലല്ല ശരിക്കുള്ള ജയിലിലാണ് കൊണ്ടിടേണ്ടതെന്നും വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരു കൊലപാതകമാണ് തൻ്റെ മകൻ നടത്തിയതെന്നുമായിരുന്നു ആള് പറഞ്ഞത്. അങ്ങനെ 1980 നീനിയുടെ എഫേർട്സ് വിജയം കാണുകയായിരുന്നു. ആ സമയത്ത് അവർക്ക് 87 വയസ്സായിരുന്നു പ്രായം. അപ്പോൾ ഇവരുടെ കീഴിൽ ഈ ഒരു പയ്യനെ നോക്കാം എന്നുള്ള ആ ഒരു ഉറപ്പിൻ്റെ പേരിലായിരുന്നു ആ ഒരു പയ്യനെ തിരിച്ച് US കൊണ്ടുവന്നത്. ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ആ ഒരു അമ്മയുടെ ആഷസിൻ്റെ മുന്നിൽ പോയിട്ട് ഈ പയ്യൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, കരയാറുണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു അവരുടെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത്. എന്നാൽ ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോൾ വലിയൊരു ഇഷ്യൂ ആ ഒരു വീട്ടിലുണ്ടാവുകയാണ്. ഈ ഒരു പയ്യൻ ഒരു കിച്ചൺ നൈഫ് എടുത്തിട്ട് തൻ്റെ അമ്മൂമ്മയെ 8 തവണ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ഈ ഒരു പയ്യനെ US കൊണ്ടുവരുന്ന ആ ഒരു ടൈമിലും ഒരിക്കലും ഇങ്ങനെ കൊണ്ടുവരരുത്, ഇനിയും ആ ഒരു പയ്യൻ ഒരാളെ കൊല്ലാനായിട്ട് മടിക്കില്ല, അതിനുള്ള പൊട്ടൻഷ്യൽ അവനുണ്ട് എന്നുള്ളത് ഈ ബ്രൂക്സ്, അതായത് ഈ ടോണിയുടെ അച്ഛൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആള് പേടിച്ച പോലെ തന്നെയായിരുന്നു സംഭവിച്ചത്. അപ്പോൾ പോലീസുകാർ എന്തിനാണ് നിൻ്റെ അമ്മൂമ്മയെ കൊന്നതെന്ന് ചോദിച്ചപ്പോൾ ഒരു ഫോൺ കോളിൻ്റെ പേരിലായിരുന്നു ആ ഒരു ഇഷ്യൂ ഉണ്ടായത്. അതായത് ഇംഗ്ലണ്ടിലുള്ള ആരെയോ വിളിക്കണം എന്നുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ 1-2 പറഞ്ഞ് അമ്മൂമ്മയായിട്ട് പ്രശ്നമായതാണ്. അതിനുശേഷമാണ് അമ്മൂമ്മയെ കുത്തി കൊലപ്പെടുത്തിയത്. എന്നിട്ട് അമ്മൂമ്മ വേഗം മരിച്ചില്ല എന്നുള്ളതായിരുന്നു ആ ഒരു പയ്യൻ്റെ വിഷമം. അതായത് അമ്മയെ കൊല്ലാനായിട്ട് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അമ്മൂമ്മ അവരുടെ പ്രായത്തിനനുസരിച്ചിട്ടൊന്നും ആയിരുന്നില്ല. അവർ പെട്ടെന്ന് തന്നെ പോകേണ്ടതല്ലേ, ഞാൻ എന്താ പറയുക ഇത്രയും തവണ കുത്തി കൊല്ലേണ്ടി വന്നു എന്നുള്ളൊരു തരത്തിലൊക്കെ ആയിരുന്നു ആ പയ്യൻ പറഞ്ഞതായിട്ട് പറയപ്പെടുന്നത്. ഇത്തവണ പരോളില്ലാത്ത ജീവപര്യന്തം തടവായിരുന്നു ടോണിക്ക് ലഭിച്ചത്. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞു. എന്നാൽ 1 വർഷമൊന്നും ആയിട്ടുണ്ടാവില്ല. 1981 മാർച്ച് 20 ഈ ഒരു ടോണിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കഴുത്തിലൊരു പ്ലാസ്റ്റിക് ബാഗ് ചുറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനെക്കുറിച്ച് പിന്നീട് മീഡിയാസും കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. ആ ഒരു സംഭവം സപ്രസ്സായി പോവുകയായിരുന്നു. ആ ഒരു കൊലപാതകമാണ്, അതായത് ടോണി മരിച്ചത് ഒരു കൊലപാതകമാണോ അല്ലാന്നുണ്ടെങ്കിൽ ആത്മഹത്യയാണോ എന്നുള്ളതിനെ കുറിച്ചിട്ട് പിന്നീട് ന്യൂസുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. 2007 ഈ ഒരു കഥയിൽ നിന്നും ഇൻസ്പയർ ആയിട്ട് സേവേജ് ഗ്രേസ് എന്ന് പറയുന്ന ഒരു ഫിലിമും ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. And it's me, signing off. Peace. Stay peaceful, guys. Stay safe.